നമസ്കാരം, PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 13-ാം തീയതി നടക്കാൻ പോകുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള ടെമ്പിൾസ് ഫെസ്റ്റിവൽ, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ് സുഹൃത്തുക്കളെ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഉത്സവമാണ് തൃശൂർ പൂരം. ഏതാണ്? തൃശൂർ പൂരം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. തൃശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് തൃശൂർ പൂരം അരങ്ങേറുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. തൃശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് തൃശൂർ പൂരം അരങ്ങേറുന്നത്. 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ക്ഷേത്രോത്സവം എന്നറിയപ്പെടുന്നത് തൃശൂർ പൂരമാണ്. 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ക്ഷേത്രോത്സവം എന്നറിയപ്പെടുന്നത് ഏതാ? തൃശൂർ പൂരമാണ്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. തൃശൂർ പൂരം ആരംഭിച്ചു എന്ന് കരുതപ്പെടുന്ന വർഷം 1796 മെയ് മാസത്തിലാണ്. ഓർത്തോളനെ, തൃശൂർ പൂരം ആരംഭിച്ചു എന്ന് കരുതപ്പെടുന്ന വർഷം 1796 മെയ് മാസത്തിലാണ്. ആറാട്ടുപുഴ പൂരത്തിന് പകരമായി ശക്തൻ തമ്പുരാൻ ആരംഭിച്ച പൂരം തൃശൂർ പൂരം. ആറാട്ടുപുഴ പൂരത്തിന് പകരമായി ശക്തൻ തമ്പുരാൻ ആരംഭിച്ച പൂരം എന്നറിയപ്പെടുന്നത് തൃശൂർ പൂരമാണ്. മേടമാസത്തിലെ പൂരം നാളിലാണ് ഇത് നടക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങൾക്കിടയിലാണ് തൃശൂർ പൂരം നടക്കുന്നത്. മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശൂർ പൂരം നടക്കുന്നത്. അതായത് ഇംഗ്ലീഷ് മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തൃശൂർ പൂരം നടക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമാകുന്ന ഘടകക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് പാറമേക്കാവും തിരുവമ്പാടിയും. തൃശൂർ പൂരത്തിന്റെ ഭാഗമാകുന്ന ഘടക ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് പാറമേക്കാവും തിരുവമ്പാടിയുമാണ്. ഇതിനോടൊപ്പം 8 ചെറുക്ഷേത്രങ്ങളും ഉൾപ്പെടുന്നു. അപ്പോൾ പാറമേക്കാവും തിരുവമ്പാടിയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ 8 ചെറുക്ഷേത്രങ്ങളും ചേർന്ന് മൊത്തം 10 ക്ഷേത്രങ്ങളാണ് തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. മറക്കരുതേ, തൃശൂർ പൂരത്തിന്റെ ഭാഗമാകുന്ന ഘടകക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 10 ആണ്. അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാ? പാറമേക്കാവും തിരുവമ്പാടിയുമാണ്. ഇതിനോടൊപ്പം 8 ചെറിയ ക്ഷേത്രങ്ങൾ കൂടി ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ആ 8 ചെറിയ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. കണിമംഗലം ശാസ്താവ്, പനമുക്കംപള്ളി ശാസ്താവ്, ചോവല്ലൂർ ഭഗവതി, നെന്മണി ഭഗവതി, ലാന്നൂർക്കാവ് ഭഗവതി, അയിനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. കണിമംഗലം ശാസ്താവ്, പനമുക്കുംപിള്ളി ശാസ്താവ്, ചോവല്ലൂർ ഭഗവതി, നെന്മണി ഭഗവതി, ലാന്നൂർക്കാവ് ഭഗവതി, അയിനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി. ഇത്രയും 8 ചെറുക്ഷേത്രങ്ങൾ കൂടെ ചേരുമ്പോഴാണ് തൃശൂർ പൂരത്തിന്റെ 10 ഘടകക്ഷേത്രങ്ങൾ ആകുന്നത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കാണുന്ന നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഓർത്ത് വെച്ചോളണേ. തൃശൂർ പൂരത്തിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കാണുന്ന നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി എന്ന് അറിയപ്പെടുന്നത്. പാറമേക്കാവ് വിഭാഗം ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടത്തുന്ന വരവാണ് മഠത്തിൽ വരവ് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പാറമേക്കാവ് വിഭാഗം ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടത്തുന്ന വരവാണ് മഠത്തിൽ വരവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിൽ നടത്തുന്ന ലോക പ്രശസ്തമായ മേളമാണ് ഇലഞ്ഞിത്തറ മേളം എന്നറിയപ്പെടുന്നത്. പെരുവനം കുട്ടന്മാരായുടെ നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിന് നടത്തുന്ന ലോക പ്രശസ്തമായ മേളമാണ് ഇലഞ്ഞിത്തറ മേളം എന്നറിയപ്പെടുന്നത്. തിരുവമ്പാടി വിഭാഗം മഠത്തിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടത്തുന്ന വരവാണ് തെക്കോട്ടിറക്കം എന്നറിയപ്പെടുന്നത്. തിരുവമ്പാടി വിഭാഗം മഠത്തിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടത്തുന്ന വരവ് അറിയപ്പെടുന്ന പേരെന്താ? തെക്കോട്ടിറക്കം എന്ന്. തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന കോലം, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, കുടകൾ തുടങ്ങിയ ചമയങ്ങൾ
പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിന് വെക്കുന്നു. ഇതിനെ ആനച്ചമയ പ്രദർശനം എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങള് പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന കോലം, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, കുടകൾ തുടങ്ങിയ ചമയങ്ങള് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിന് വെക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആനച്ചമയ പ്രദർശനം എന്ന്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് വർണ്ണാഭമായ കുടകൾ മാറി മാറി പ്രദർശിപ്പിക്കുന്ന ചടങ്ങാണ് കുടമാറ്റം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് വർണ്ണാഭമായ കുടകൾ മാറി മാറി പ്രദർശിപ്പിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താ? കുടമാറ്റം എന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത് തൃശൂർ പൂരത്തിന്റെ ഭാഗമായാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത് തൃശൂർ പൂരത്തിന്റെ ഭാഗമായാണ്. പൂരത്തിന്റെ അവസാന ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് ചൊല്ലിപ്പിരിയൽ. ഇമ്പോർട്ടന്റ് ആണ്. തൃശൂർ പൂരത്തിന്റെ അവസാന ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താ? ചൊല്ലിപ്പിരിയൽ എന്ന്. ചൊല്ലിപ്പിരിയലിന് മുന്നോടിയായി നടക്കുന്ന ചെറിയ പൂരം അറിയപ്പെടുന്ന പേര് പകൽപൂരം എന്ന്. ചൊല്ലിപ്പിരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തൃശൂർ പൂരത്തിന്റെ അവസാനത്തെ ചടങ്ങാണ്. ഈ ചൊല്ലിപ്പിരിയലിന് മുന്നോടിയായി നടക്കുന്ന ചെറിയ പൂരം അറിയപ്പെടുന്ന പേരാണ് പകൽപൂരം എന്ന്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ആറാട്ടുപുഴ പൂരം. ഏതാണ് ആറാട്ടുപുഴ പൂരം? തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. ആറാട്ടുപുഴ പൂരം നടക്കുന്നത് മീനമാസത്തിലാണ്. ഇംഗ്ലീഷ് മാസത്തിൽ പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളില്. ആറാട്ടുപുഴ പൂരം നടക്കുന്നത് മീനമാസത്തിലാണ്. ഇംഗ്ലീഷ് മാസമാണ് പറയുന്നതെങ്കിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങൾക്കിടയിലാണ്. കേരളത്തിൽ ഏറ്റവും പുരാതന ക്ഷേത്രോത്സവം എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രോത്സവം എന്നറിയപ്പെടുന്നത് ഏതാ? ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരം 7 ദിവസം നീണ്ടു നിൽക്കുന്നു. ആറാട്ടുപുഴ പൂരം എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു സുഹൃത്തുക്കളെ? 7 ദിവസം നീണ്ടു നിൽക്കുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ പൂരം എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൂരം എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണേ. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരത്തിന് 2000-ഓളം വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. ആറാട്ടുപുഴ പൂരത്തിന് 2000-ഓളം വർഷം പഴക്കമുള്ളതായിട്ട് കരുതപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. തൃശൂർ പൂരത്തിനെക്കാളും ഒക്കെ പഴക്കമുള്ളതാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിന് പകരമായി ശക്തൻ തമ്പുരാൻ ആരംഭിച്ചതാണ് തൃശൂർ പൂരം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് 2000-ഓളം വർഷം പഴക്കമുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന പൂരമാണ് പെരുവനം പൂരം എന്നറിയപ്പെടുന്നത്. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന പൂരം ഏതാണ്? പെരുവനം പൂരമാണ്. ആദ്യകാലത്ത് 108 ക്ഷേത്രങ്ങൾ പൂരത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ 23 ക്ഷേത്രങ്ങളാണ് ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യകാലത്ത് ആറാട്ടുപുഴ പൂരത്തിന് 108 ക്ഷേത്രങ്ങൾ പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 23 ക്ഷേത്രങ്ങളാണ് ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾ. പൂരം മഹോത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് മീനമാസത്തിലെ മകയിരം നാളിൽ കൊടിയേറ്റം. പൂരം മഹോത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് മീനമാസത്തിലെ മകയിരം നാളിൽ കൊടിയേറ്റം. പൂരത്തലേന്ന് മകം നാളിൽ നടത്തപ്പെടുന്ന പൂരമാണ് തറയ്ക്കൽ പൂരം എന്നറിയപ്പെടുന്നത്. അതായത് ആറാട്ടുപുഴ പൂരത്തിന് തലേ ദിവസം മകം നാളിൽ നടത്തപ്പെടുന്ന പൂരം അറിയപ്പെടുന്ന പേരെന്താ? തറയ്ക്കൽ പൂരം എന്ന്. പെരുവനം പൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ പൂര ദിവസം 23 ക്ഷേത്രങ്ങളിലെയും പൂരങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ചടങ്ങാണ് ദേവസംഗമം എന്നറിയപ്പെടുന്നത്. പെരുവനം പൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ പൂര ദിവസം 23 ക്ഷേത്രങ്ങളിലെയും പൂരങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താ? ദേവസംഗമം എന്ന്. ആറാട്ടുപുഴ പൂരം നാളിൽ അർദ്ധരാത്രിയിൽ 50ഓളം ആനകളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന എഴുന്നള്ളത്താണ് കൂട്ടി എഴുന്നള്ളിപ്പ്. ഓർത്തോളനെ, ആറാട്ടുപുഴ പൂരം നാളിൽ അർദ്ധരാത്രിയിൽ 50ഓളം ആനകളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന എഴുന്നള്ളത്ത് അറിയപ്പെടുന്ന പേരാണ് കൂട്ടി എഴുന്നള്ളിപ്പ്. ഉത്രാടം നാളിൽ
കരുവന്നൂർ പുഴയിൽ മന്ദാരക്കടവിൽ വെച്ച് പൂരത്തിന്റെ ഭാഗമായി ആറാട്ട് മഹോത്സവം നടത്തുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഉത്രാടം നാളിൽ കരുവന്നൂർ പുഴയിലെ മന്ദാരക്കടവിൽ വെച്ച് പൂരത്തിന്റെ ഭാഗമായ ആറാട്ട് മഹോത്സവം നടത്തുകയും ചെയ്യുന്നു. ആറാട്ടിൽ പങ്കെടുത്ത ദേവീദേവന്മാരെ ആചാരപൂർവം യാത്രയയക്കുന്ന ചടങ്ങാണ് യാത്രയയപ്പ് ചടങ്ങ്. ആറാട്ടിൽ പങ്കെടുത്ത ദേവീദേവന്മാരെ ആചാരപൂർവം യാത്രയയക്കുന്ന ചടങ്ങാണ് യാത്രയയപ്പ് ചടങ്ങ്. ആറാട്ടുപുഴ പൂരത്തിന് പിറ്റേ ദിനം ഗ്രാമത്തിലെ രക്ഷയ്ക്കായി നടത്തുന്ന പ്രത്യേക ചടങ്ങാണ് ഗ്രാമബലി. ആറാട്ടുപുഴ പൂരത്തിന് പിറ്റേ ദിനം ഗ്രാമത്തിന്റെ രക്ഷയ്ക്കായി നടത്തുന്ന പ്രത്യേക ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താ? ഗ്രാമബലി. ഗ്രാമബലിക്ക് ശേഷം ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന ക്ഷേത്രപാലകൻ ബലി തൂവി ഗ്രാമബലി അവസാനിപ്പിക്കുകയും കൊടിമരം ഇളക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ചടങ്ങാണ് കൊടികുത്ത് എന്നറിയപ്പെടുന്നത്. ഗ്രാമബലിക്ക് ശേഷം ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന ക്ഷേത്രപാലകൻ ബലി തൂവി ഗ്രാമബലി അവസാനിപ്പിക്കുകയും കൊടിമരം ഇളക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താണ്? കൊടികുത്ത് എന്ന്. എന്താ പേര്? കൊടികുത്ത് എന്ന്. അടുത്തതാണ് കൊടുങ്ങല്ലൂർ മീനഭരണി. ഇതാണ് കൊടുങ്ങല്ലൂർ മീനഭരണി. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കുമ്പറ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ മീനഭരണി എന്നറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കുമ്പറ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ മീനഭരണി എന്നറിയപ്പെടുന്നത്. മീനമാസത്തിലെ ഭരണി നാളിൽ, അതായത് ഇംഗ്ലീഷില് മാർച്ച് ഏപ്രിൽ മാസങ്ങളില് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നു. മീനമാസത്തിലെ ഭരണി നാളിൽ, അതായത് ഇംഗ്ലീഷ് മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കിടയില് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നു. ശക്തൻ തമ്പുരാൻ നിരോധിച്ച ചടങ്ങുകളുള്ള മഹോത്സവം എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവം. ഇമ്പോർട്ടന്റ് ആണ്. ശക്തൻ തമ്പുരാൻ നിരോധിച്ച ചടങ്ങുകളുള്ള മഹോത്സവം എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവമാണ്. കൊടുങ്ങല്ലൂർ മീനഭരണിയുടെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകളാണ് കോഴിക്കല്ല് മൂടല്. കൊടുങ്ങല്ലൂർ മീനഭരണിയുടെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കോഴിക്കല്ല് മൂടല്. വിഗ്രഹത്തിന് ചുറ്റുമുള്ള കല്ലുകൾക്ക് ചുറ്റും ചുവന്ന പട്ടുതുണിയിൽ കോഴിയെ ബലിയർപ്പിക്കുന്ന ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് എന്നറിയപ്പെടുന്നത്. അതായത് വിഗ്രഹത്തിന് ചുറ്റുമുള്ള കല്ലുകൾക്ക് ചുറ്റും ചുവന്ന പട്ടുതുണി വിരിച്ച ശേഷം അതിൽ കോഴിയെ ബലിയർപ്പിക്കുന്ന ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് എന്നറിയപ്പെടുന്നത്. 1977 മുതൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടത്തിയിട്ടില്ല. ഇപ്പോൾ ചുവന്ന തുണി കൊണ്ട് മൂടുന്നത് മാത്രമാണ് ചടങ്ങ്. ഓർക്കണേ, 1977 മുതൽ കൊടുങ്ങല്ലൂർ മീനഭരണിയില് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടത്തിയിട്ടില്ല. അതായത് ബലിയർപ്പണം നടത്തിയിട്ടില്ല എന്നർത്ഥം കേട്ടോ. കോഴീനെ അതിന് പകരമായിട്ട് ചുവന്ന തുണി കൊണ്ട് മൂടുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്ന ചടങ്ങ്. അടുത്തതാണ് കാവുതീണ്ടൽ. കൊടുങ്ങല്ലൂർ മീനഭരണിയുടെ ഭാഗമായുള്ള മറ്റൊരു ചടങ്ങാണ് കാവുതീണ്ടൽ. കൊടുങ്ങല്ലൂർ രാജാവ് ചുവന്ന ആചാരപരമായ കുട അഴിച്ചു മാറ്റുന്നതോടെയാണ് കാവുതീണ്ടൽ ആരംഭിക്കുന്നത്. കൊടുങ്ങല്ലൂർ രാജാവ് ചുവന്ന ആചാരപരമായ കുട അഴിച്ചു മാറ്റുന്നതോടെയാണ് കാവുതീണ്ടൽ ആരംഭിക്കുന്നത്. കാവുതീണ്ടലിന്റെ ഭാഗമായി കൈകളിൽ അരിവാളോ മുളയോ പിടിച്ചുകൊണ്ട് വെളിച്ചപ്പാട് തുള്ളുന്നവർ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. കാവുതീണ്ടലിന്റെ ഭാഗമായി കൈകളിൽ അരിവാളോ മുളയോ പിടിച്ചുകൊണ്ട് വെളിച്ചപ്പാട് തുള്ളുന്നവർ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നു. രേവതി വിളക്ക്. കൊടുങ്ങല്ലൂർ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി പരമ്പരാഗത വിളക്ക് കൊളുത്തൽ അറിയപ്പെടുന്ന പേരാണ് രേവതി വിളക്ക്. കൊടുങ്ങല്ലൂർ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി പരമ്പരാഗത വിളക്ക് കൊളുത്തൽ അറിയപ്പെടുന്ന പേരെന്താ? രേവതി വിളക്ക് എന്ന്. ഭരണിപ്പാട്ട്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ അപകീർത്തപരമായി ആലപിക്കുന്ന പാട്ടുകളാണ് ഭരണിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ അപകീർത്തിപരമായി ആലപിക്കുന്ന പാട്ടുകളാണ് ഭരണിപ്പാട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. ചന്ദനപ്പൊട്ട്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായി വെളിച്ചപ്പാടുകളുടെ അകമ്പടിയോടെ ദേവതയോടുള്ള അനുഗ്രഹത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി ഭക്തർ നെറ്റിയിൽ ചന്ദനം പുരട്ടുന്ന പ്രത്യേക ആചാരമാണ് ചന്ദനപ്പൊട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ചന്ദനപ്പൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായി വെളിച്ചപ്പാടുകളുടെ അകമ്പടിയോടെ ദേവതയോടുള്ള അനുഗ്രഹത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായിട്ട് ഭക്തർ നെറ്റിയിൽ ചന്ദനം പുരട്ടുന്ന പ്രത്യേക ആചാരം അറിയപ്പെടുന്ന പേരാണ് ചന്ദനപ്പൊട്ട് എന്ന്. അടുത്തതാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. ചെട്ടികുളങ്ങര കുംഭഭരണി ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ്
ചെട്ടികുളങ്ങര കുംഭഭരണി. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. കുംഭമാസത്തിലെ ഭരണി നാളിലാണ്, അതായത് ഇംഗ്ലീഷ് മാസം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കിടയിലാണ് ചെട്ടികുളങ്ങര കുംഭഭരണി ഉത്സവം നടക്കുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിൽ, അതായത് ഇംഗ്ലീഷ് മാസം വരുമ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കിടയിലാണ് ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം നടക്കുന്നത്. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിലെ പ്രധാന ആകർഷണമാണ് കെട്ടുകാഴ്ച. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിലെ പ്രധാന ആകർഷണമാണ് കെട്ടുകാഴ്ച. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുത്തിയോട്ടം. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുത്തിയോട്ടം. കെട്ടുകാഴ്ച എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കെട്ടുകാഴ്ച ചെട്ടികുളങ്ങര ഉത്സവത്തിന്റെ ഭാഗമായി തുണി, പൂക്കൾ, ആഭരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് അലങ്കരിച്ച ഭീമൻ പ്രതിമകളാണ് കെട്ടുകാഴ്ചകൾ എന്നറിയപ്പെടുന്നത്. ചെട്ടികുളങ്ങര ഉത്സവത്തിന്റെ ഭാഗമായി തുണി, പൂക്കൾ, ആഭരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുന്ന ഭീമൻ പ്രതിമകളാണ് കെട്ടുകാഴ്ചകൾ എന്ന് അറിയപ്പെടുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള 13 കരക്കാരാണ് പ്രധാനമായും കെട്ടുകാഴ്ചകൾ അണിയിച്ചൊരുക്കുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള 13 കരക്കാരാണ് പ്രധാനമായും കെട്ടുകാഴ്ചകൾ അണിയിച്ചൊരുക്കുന്നത്. കെട്ടുകാഴ്ചകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. തേര് അഥവാ രഥം, കുതിര, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നിവരുടെ പ്രതിമകൾ. ഓർക്കണേ, കെട്ടുകാഴ്ചകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. തേര് അഥവാ രഥം, കുതിര, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നിവരുടെ പ്രതിമ എന്നിങ്ങനെ 3ആയിട്ടാണ് പ്രധാനമായിട്ടും ചെട്ടികുളങ്ങര ഉത്സവത്തിന്റെ ഭാഗമായുള്ള കെട്ടുകാഴ്ചകളെ തരംതിരിച്ചിരിക്കുന്നത്. അടുത്തതാണ് കുത്തിയോട്ടം. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഭാഗമായി നടത്തിവരുന്ന ആചാര നൃത്തരൂപമാണ് കുത്തിയോട്ടം. ചെട്ടികുളങ്ങര ഭരണി നാളിന്റെ ഭാഗമായി നടത്തിവരുന്ന ആചാര നൃത്ത രൂപമാണ് കുത്തിയോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 8 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ടം നടത്തുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 8 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ടം നടത്തുന്നത്. ശബരിമല മകരവിളക്കും മണ്ഡല പൂജയും ഇമ്പോർട്ടന്റ് ആണ്. ശബരിമല മകരവിളക്കും മണ്ഡല പൂജയും. പത്തനംതിട്ട ജില്ലയിലെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ശബരിമല മകരവിളക്കും മണ്ഡല പൂജയും. പത്തനംതിട്ട ജില്ലയിലെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ശബരിമല മകരവിളക്കും മണ്ഡല പൂജയും. ഏകദേശം നവംബർ 15 മുതൽ ഡിസംബർ 26 വരെയാണ് മണ്ഡലകാലം എന്നറിയപ്പെടുന്നത്. ഏകദേശം നവംബർ 15 മുതൽ ഡിസംബർ 26 വരെയുള്ള കാലയളവാണ് ഒരു മണ്ഡലകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് 41 ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഭക്തർ മല കയറുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് 41 ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഭക്തർ മല കയറുന്നത്. മകരസംക്രമ പൂജയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ദീപാരാധനയും അറിയപ്പെടുന്ന പേര് മകരവിളക്കെന്ന്. മകരസംക്രമ പൂജയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ദീപാരാധനയും അറിയപ്പെടുന്ന പേരെന്താ? മകരവിളക്ക് എന്ന്. ധനുമാസത്തിലെ മകരസംക്രമ ദിനത്തിലാണ് മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ധനുമാസത്തിലെ മകരസംക്രമ ദിനത്തിലാണ് മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 14 പ്രശസ്തമായ മകരവിളക്ക് മഹോത്സവം നടക്കുന്നു. ഇംഗ്ലീഷ് മാസത്തിന്റെ കേസാണ് കേട്ടോ. എല്ലാ വർഷവും ജനുവരി 14 പ്രശസ്തമായ മകരവിളക്ക് മഹോത്സവം നടക്കുന്നു. മകരജ്യോതി. മകരസംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ കാണുന്ന ദിവ്യജ്യോതിയാണ് മകരജ്യോതി. മകരജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. മകരസംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ കാണുന്ന ദിവ്യജ്യോതിയാണ് മകരജ്യോതി എന്നറിയപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര. പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് കൊണ്ടുവരുന്ന ഘോഷയാത്ര അറിയപ്പെടുന്ന പേരാണ് തിരുവാഭരണ ഘോഷയാത്ര എന്ന്. പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് കൊണ്ടുവരുന്ന ഘോഷയാത്ര അറിയപ്പെടുന്ന പേരെന്താ? തിരുവാഭരണ ഘോഷയാത്ര എന്നാണ്. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിലെ ആറാട്ട്. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ആറാട്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഉള്ള പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം.
പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിന് 400 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിന് 400 വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. മണിമലയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഓർത്തോളനെ, മണിമലയാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഇതിഹാസ വാസ്തുശില്പിയായ പെരുന്തച്ചൻ ഗ്രാനൈറ്റ് ശിലയിൽ 54 അടി ഉയരത്തിൽ നിർമ്മിച്ച ഗരുഡ സ്തംഭം എന്ന കൊടിമരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഇമ്പോർട്ടന്റ് ആണ്. ഇതിഹാസ വാസ്തുശില്പിയായ പെരുന്തച്ചൻ ഗ്രാനൈറ്റ് ശിലയിൽ 54 അടി ഉയരത്തിൽ നിർമ്മിച്ച ഗരുഡ സ്തംഭം എന്ന കൊടിമരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീവല്ലഭ മഹാക്ഷേത്രമാണ്. ഉത്സവത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കഥകളി നടക്കാറുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കഥകളി നടത്താറുണ്ട്. ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ 12,000 പടത്തി വാഴക്കുലകൾ സമർപ്പിക്കുന്ന പ്രത്യേക ചടങ്ങും ഉണ്ടായിരിക്കും. ഈ പോയിന്റ് ഓർത്തോളനെ. അതായത് ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിലെ ആറാട്ട് സമയത്ത് ആദ്യ ദിനത്തില് 12,000 പടത്തി വാഴക്കുലകൾ സമർപ്പിക്കുന്ന പ്രത്യേക ചടങ്ങും ഉണ്ടായിരിക്കും. ഇതുകൂടെ ഒന്ന് ഓർക്കുക. അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന് തീരത്ത്. ഇമ്പോർട്ടന്റ് ആണ്. ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? കിള്ളിയാറിന് തീരത്താണ്. ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിലെ, അതായത് ഇംഗ്ലീഷ് മാസത്തിലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കിടയിൽ പൂരം നക്ഷത്രവും പൗർണമിയും വരുന്ന ദിനത്തിലാണ് ആഘോഷിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിലെ, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കിടയില് പൂരം നക്ഷത്രവും പൗർണമിയും വരുന്ന ദിവസത്തിലാണ് ആഘോഷിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാ? ആറ്റുകാൽ ക്ഷേത്രമാണ്. പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്നതും പങ്കെടുക്കുന്നതുമായ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് ആറ്റുകാൽ പൊങ്കാലയാണ്. പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്നതും പങ്കെടുക്കുന്നതുമായ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് ആറ്റുകാൽ പൊങ്കാലയാണ്. കണ്ണകി ദേവിയുടെ പ്രതിഷ്ഠയായാണ് ആറ്റുകാൽ അമ്മയെ കണക്കാക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി പൊങ്കാല സമയത്ത് ക്ഷേത്രത്തിന് ചുറ്റും ബാലികാ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന ചടങ്ങ് നടക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി പൊങ്കാല സമയത്ത് ക്ഷേത്രത്തിന് ചുറ്റും ബാലികാ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന ചടങ്ങ് നടക്കുന്നു. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: ഏത് ഉത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ബാലികാ വിഗ്രഹങ്ങൾ ഒരുക്കുന്നതെന്ന് ചോദിച്ചാൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായാണ്. തെക്കൻ കേരളത്തിൽ ബാലന്മാരെ ദേവിയുടെ ഭൂതഗണങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് കുത്തിയോട്ടം നടത്തുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായാണ്. തെക്കൻ കേരളത്തിലെ ബാലന്മാരെ ദേവിയുടെ ഭൂതഗണങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് കുത്തിയോട്ടം നടത്തുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടാണ്. ഓർക്കുക. തൃപ്രയാർ ഏകാദശി. അടുത്തത് ഏതാണ്? തൃപ്രയാർ ഏകാദശി. തൃശൂർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് തൃപ്രയാർ ഏകാദശി. തൃശൂരിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് തൃപ്രയാർ ഏകാദശി. വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിലാണ് ഇത് നടക്കുന്നത്. ഇംഗ്ലീഷ് മാസം പറഞ്ഞാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ കേട്ടോ. വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിലാണ് നടക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാസം നവംബർ ഡിസംബർ മാസങ്ങളില്. കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാന ഉത്സവം എന്നറിയപ്പെടുന്നത് തൃപ്രയാർ ഏകാദശി ഉത്സവമാണ്. കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്നറിയപ്പെടുന്നത് തൃപ്രയാർ ഏകാദശി ഉത്സവമാണ്. ഏകാദശിക്ക് ശേഷമുള്ള പൂർണ്ണചന്ദ്രന് ശേഷമുള്ള 11 ദിവസം ആഘോഷിക്കുന്നു. ഇതിനെ കറുത്ത പക്ഷ ഏകാദശി എന്ന് വിളിക്കുന്നു. ഏകാദശിക്ക് ശേഷമുള്ള പൂർണ്ണചന്ദ്രന് ശേഷമുള്ള 11 ദിവസം ആഘോഷിക്കപ്പെടുന്നു. ഇതിനെ കറുത്ത പക്ഷ ഏകാദശി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. തൃപ്രയാർ ഏകാദശി ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. തൃപ്രയാർ ഏകാദശി ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ. ഏകാദശി ദിവസം പുലർച്ചെ ക്ഷേത്ര നട തുറക്കുമ്പോഴുള്ള
ഭഗവാന്റെ ആദ്യ രൂപം ദർശിക്കുന്നത് പുണ്യകരമായി കണക്കാക്കുന്നു. ഇതിനെ നിർമാല്യ ദർശനം എന്നറിയപ്പെടുന്നു. ഏകാദശി ദിവസം പുലർച്ചെ ക്ഷേത്രനട തുറക്കുമ്പോഴുള്ള ഭഗവാന്റെ ആദ്യ രൂപം ദർശിക്കുന്നത് പുണ്യകരമായി കണക്കാക്കുന്നു. ഇതിനെ നിർമാല്യ ദർശനം എന്ന് അറിയപ്പെടുന്നു. ഏകാദശി ദിവസം രാത്രിയിൽ ഭവാന് ദ്വാദശി സമർപ്പിക്കുന്നു. ഏകാദശി ദിവസം രാത്രിയിൽ ഭവാന് ദ്വാദശി സമർപ്പിക്കുന്നു. ഏകാദശിയുടെ തലേ ദിവസം ദശമി വിളക്ക് കൊളുത്തുന്നു. ഈ ദിവസം ശാസ്താവിനെ എഴുന്നള്ളിച്ച് പൂജകൾ നടത്തുകയും ചെയ്യുന്നു. ഏകാദശിയുടെ തലേ ദിവസം ദശമി വിളക്ക് കൊളുത്തുന്നു. ഈ ദിവസം ശാസ്താവിനെ എഴുന്നള്ളിച്ച് പൂജകൾ നടത്തുന്നു. ഭവാന് കദനാവെടി സമർപ്പിക്കുന്നത് ഒരു പ്രധാന വഴിപാടാണ്. തൃപ്രയാർ ഏകാദശി സമയത്ത് ഭഗവാന് കദിനാവെടി സമർപ്പിക്കുന്നത് ഒരു പ്രധാന വഴിപാടാണ്. ഭക്തജനങ്ങൾ അന്നം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് അത് സ്വീകരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് നടത്തുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഭക്തജനങ്ങൾ അന്നം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് അത് സ്വീകരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് എന്ന ചടങ്ങ് നടത്തുന്നത്. ചിറക്കൽ ഭഗവതി ക്ഷേത്രോത്സവം അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ചിറക്കൽ ഭഗവതി ക്ഷേത്രോത്സവം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ണയാട് ഇല്ലിക്കുന്നിലെ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവമാണ് ചിറക്കൽ ഭഗവതി ക്ഷേത്രോത്സവം എന്നറിയപ്പെടുന്നത്. ചിറക്കൽ രാജാവാണ് ചിറക്കൽ ക്ഷേത്രം നിർമ്മിച്ചത്. ചിറക്കൽ രാജാവാണ് ചിറക്കൽ ക്ഷേത്രം നിർമ്മിച്ചത്. ശ്രീ ചിറക്കാവ് ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിറക്കൽ ഭഗവതി ക്ഷേത്രം. ശ്രീ ചിറക്കാവ് ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിറക്കൽ ഭഗവതി ക്ഷേത്രമാണ്. തെയ്യം, തിറ എന്നിവ പ്രധാന ചടങ്ങുകളായിട്ടുള്ള ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അത് ചിറക്കൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. തെയ്യം, തിറ എന്നിവ പ്രധാന ചടങ്ങുകളായിട്ട് നടത്തുന്നത് ചിറക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രോത്സവം. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രോത്സവം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രോത്സവം. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രോത്സവം. വിഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. വിഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം കിരാത പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രം കിരാത പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ പൂമൂടൽ, മുട്ടറയ്ക്കൽ എന്നിവ പ്രധാന വഴിപാടുകളാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് പൂമൂടൽ, മുട്ടറുക്കൽ എന്നിവ പ്രധാന വഴിപാടുകളാണ്. കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന വഴിപാടുകളാണ് പൂമൂടലും അതുപോലെ തന്നെ മുട്ടറുക്കലും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവം. കുംഭമാസത്തിലാണ് ഇത് നടക്കുന്നത്. കുംഭമാസത്തിലാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവം നടക്കുന്നത്. 7.5 പൊന്നാന ദർശനമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്താണ്? 7.5 പൊന്നാന ദർശനമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവം. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവം. ചിങ്ങമാസത്തിലെ ഓണം നാളിലാണ് ആറാട്ട് നടക്കുന്നത്. ചിങ്ങമാസത്തിലെ ഓണം നാളിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് ആറാട്ട് നടക്കുന്നത്. വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഇവിടെ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് വിവിധ തരം കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഉണ്ടായിരിക്കും. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രോത്സവം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രോത്സവം കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. ഓർക്കണേ, കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. മീനമാസത്തിലെ 10 ദിവസത്തെ ഉത്സവമാണിത്. മീനമാസത്തിലെ 10 ദിവസത്തെ ഉത്സവമാണ് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രോത്സവം. നക്കരപ്പൂരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉത്സവം കോട്ടയത്തെ പ്രധാന ഉത്സവമാണ്. നക്കരപ്പൂരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉത്സവം കോട്ടയത്തെ പ്രധാന ഉത്സവമാണ്. പാൽക്കുളങ്ങര ദേവി ക്ഷേത്രോത്സവം. പാൽക്കുളങ്ങര ദേവി ക്ഷേത്രോത്സവം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്
പാൽക്കുളങ്ങര ദേവീക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാൽക്കുളങ്ങര ദേവീക്ഷേത്രം. കുംഭമാസത്തിലെ പൂരം നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. കുംഭമാസത്തിലെ പൂരം നാളിലാണ് ഇവിടെ ഈ ഉത്സവം നടക്കുന്നത്. പൊങ്കാല, താലപ്പൊലി എന്നിവയാണ് ഇവിടത്തെ പ്രാധാന്യം. പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രാധാന്യം എന്താണ്? പൊങ്കാല, താലപ്പൊലി എന്നിവയാണ്. നെല്ലിയാമ്പതി സീതക്കളം. നെല്ലിയാമ്പതി സീതക്കളം പാലക്കാട് നെല്ലിയാമ്പതി ശ്രീ നെല്ലിയാമ്പതി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവാചാരമാണ് നെല്ലിയാമ്പതി സീതക്കളം എന്നറിയപ്പെടുന്നത്. പാലക്കാട് നെല്ലിയാമ്പതി ശ്രീ നെല്ലിയാമ്പതി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ആചാരം അറിയപ്പെടുന്ന പേരാണ് നെല്ലിയാമ്പതി സീതക്കളം. കുംഭമാസത്തിലാണ് നെല്ലിയാമ്പതി സീതക്കളം നടക്കുന്നത്. അതായത് ഇംഗ്ലീഷ് മാസം ഫെബ്രുവരി, മാർച്ച് മാസങ്ങളില്. ഓർക്കണം, കുംഭമാസത്തിലാണ് നെല്ലിയാമ്പതി സീതക്കളം നടക്കുന്നത്. ഇംഗ്ലീഷ് മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളില്. രാമായണത്തിലെ സീതയെയും രാമനെയും ഹനുമാനെയും ബന്ധിപ്പിക്കുന്ന ഐതിഹ്യമാണ് സീതക്കള ഉത്സവത്തിനുള്ളത്. രാമായണത്തിലെ സീതയെയും രാമനെയും ഹനുമാനെയും ബന്ധിപ്പിക്കുന്ന ഐതിഹ്യമാണ് സീതക്കളം ഉത്സവത്തിന് ഉള്ളത്. സീതക്കളത്തിന്റെ ഭാഗമായി കളങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരച്ച് ആരാധിക്കുന്ന ചടങ്ങാണ് ചിത്രം വരയ്ക്കല്. സീതക്കളത്തിന്റെ ഭാഗമായി കളങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപം വരച്ച് ആരാധിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താ? ചിത്രം വരയ്ക്കൽ എന്ന. ഉത്സവത്തിന്റെ ഭാഗമായി നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രപ്രദേശത്ത് അരങ്ങേറുന്നു. നെല്ലിയാമ്പതി സീതക്കളം ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രപ്രദേശത്ത് അരങ്ങേറുകയും ചെയ്യുന്നു. അടുത്തതാണ് പെരുനെല്ലി മുക്കുട്ടിക്കളിയാട്ടം. പെരുനെല്ലി മുക്കുട്ടിക്കളിയാട്ടം കണ്ണൂർ ജില്ലയിലെ പെരുനെല്ലി ശ്രീ മുക്കൂട്ടിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവമാണ് മുക്കുട്ടിക്കളിയാട്ടം. കണ്ണൂർ ജില്ലയിലെ പെരുനെല്ലി ശ്രീ മുക്കൂട്ടിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവമാണ് മുക്കൂട്ടിക്കളിയാട്ടം. മുക്കൂട്ടിക്കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങേറുന്ന പ്രധാന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. മുക്കുട്ടിക്കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങേറുന്ന പ്രധാന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തിറ, പൂതം എന്നീ അനുഷ്ഠാന കലാരൂപങ്ങൾ മുക്കുട്ടി കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നു. തിറ, പൂതം എന്നീ അനുഷ്ഠാന കലാരൂപങ്ങൾ മുക്കുട്ടി കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങേറുകയും ചെയ്യുന്നു. അടുത്തതാണ് ഉത്രാളിക്കാവ് പൂരം. ഏതാണ്? ഉത്രാളിക്കാവ് പൂരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവമാണ് ഉത്രാളിക്കാവ് പൂരം എന്ന് അറിയപ്പെടുന്നത്. കുംഭമാസത്തിലാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത്. ഇംഗ്ലീഷ് മാസം പറഞ്ഞാല് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളില്. കുംഭമാസത്തിലാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത്. അതായത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളില്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൂരമാണ് ഉത്രാളിക്കാവ് പൂരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൂരമാണ് ഉത്രാളിക്കാവ് പൂരം. ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി തടികൊണ്ട് നിർമ്മിച്ച കുതിരകളെ കെട്ടിയെഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് കുതിരവേല. ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി തടികൊണ്ട് നിർമ്മിച്ച കുതിരകളെ കെട്ടിയെഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് കുതിരവേല. തൃശൂർ പൂരത്തിന് സമാനമായി വലിയ വെടിക്കെട്ടും മേളവും ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമാണ്. തൃശൂർ പൂരത്തിന്റെ സമാനമായി വലിയ വെടിക്കെട്ടും മേളവും ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമാണ്. ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായ 3 ദേശങ്ങളാണ് വടക്കാഞ്ചേരി, എങ്കക്കാട്, കുമാരനെല്ലൂർ. ഓർത്തോളനെ, ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി വരുന്ന 3 പ്രധാനപ്പെട്ട ദേശങ്ങൾ ഏതൊക്കെയാ? വടക്കാഞ്ചേരി, എങ്കക്കാട്, കുമാരനെല്ലൂർ. ഇത്രയുമായിരുന്നു നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി നമ്മൾ പഠിച്ചത്. ഇതിന്റെ പാർട്ട് 1 മാത്രമാണ്. ബാക്കിയുള്ള ഭാഗം നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ LD എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.